അറബിക്കടലിൽ പൊട്ടിത്തെറിച്ച വാൻഹോയ് കപ്പലിനെ തീരത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കപ്പൽ വലിച്ചു നീക്കിയിരുന്ന ആദ്യവടം പൊട്ടിപ്പോയിരുന്നു. ഇന്നലെ കപ്പൽ തീരത്തോട് 27 നോട്ടിക്കൽ മൈൽ വരെ അടുത്തെത്തിയിരുന്നു. പിന്നീട് സ്റ്റീൽ റോപ്പിട്ടാണ് കപ്പൽ വീണ്ടും വലിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് ആ സാൽവേജ് ടീമിനെ താഴേക്ക് ആ കപ്പലിലേക്ക് ഇറക്കുന്നതാണ്. ഈ കപ്പലിന്റെ പിൻഭാഗത്തെ കണ്ടെയ്നറുകൾക്ക് കാര്യമായി തീപിടുത്തമുണ്ടായിട്ടില്ല. ആ ഭാഗത്തേക്കാണ് ഇറക്കുന്നത്. അവിടെ കപ്പലിന്റെ പിൻഭാഗത്ത് വടം കെട്ടി കപ്പലിനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറുകൾ കടലിൽ മുങ്ങിപ്പോകാതെ സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴും കപ്പലിനൊരു 10 ഡിഗ്രിയോളം ചരിവുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ കപ്പൽ മുങ്ങിയിട്ടില്ല. എൽസ 3 പോലെ ഇത് മുങ്ങുകയാണെങ്കിൽ ആ പരിസരം ആകെ വലിയ പ്രതിസന്ധിയിലാകും, വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കപ്പലിന് തീപിടിക്കുന്നത് 88 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ്. ആ കപ്പലാണ് പിന്നീട് ഒഴുകി ഏതാണ്ട് 27 നോട്ടിക്കൽ മൈൽ അടുത്ത് വരെ എത്തിയത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും നമ്മൾ കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോൾ 40 നോട്ടിക്കൽ മൈലിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതായത് നേരത്തെ ഇതിന് തീപിടുത്തമുണ്ടായിരുന്നതിൻ്റെ അടുത്തേക്ക് പോലും ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് പകുതി ദൂരം വരെ മാത്രമേ ഈ കപ്പൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ആ കപ്പൽ നമ്മുടെ നിയന്ത്രണത്തിലുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിയന്ത്രണം നഷ്ടപ്പെടാതെ ഇതിനെ പരമാവധി ദൂരത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.